മികച്ച നടനുള്ള നാഷണൽ അവാർഡ് അത് ഏറ്റവും കൂടുതൽ നേടിയത് ആരൊക്കെയാണ്? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല താരങ്ങളും ഈ ലിസ്റ്റിലുണ്ട്. മമ്മൂക്കയും മോഹൻലാലും ഈ ലിസ്റ്റിലുണ്ടോ? നിങ്ങൾക്കറിയാമോ? നോക്കാം. മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ വ്യക്തികൾ. കമലഹാസൻ. മികച്ച നടനുള്ള നാഷണൽ അവാർഡ് 3 പ്രാവശ്യമാണ് കമലഹാസൻ നേടിയത്. മികച്ച ബാലതാരമായും നാഷണൽ അവാർഡ് കമലഹാസൻ നേടിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. മൂണ്ട്രം പിറൈ, നായകൻ, ഇന്ത്യൻ 3 സിനിമകളാണ് കമലഹാസന് 3 നാഷണൽ അവാർഡ് നേടിക്കൊടുത്തത്. അജയ് ദേവ്ഗൺ 3 പ്രാവശ്യം നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. സഖം, ദ ലെജൻഡ് ഓഫ് ഭഗത് സിംഗ്, താനാജി എന്നിവയാണ് അജയ് ദേവ്ഗൺ സിനിമകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിൽ നിന്നും ആരും ഈ ലിസ്റ്റിൽ ഇല്ലേ എന്നാണ്. തീർച്ചയായും ഉണ്ട്. നമ്മുടെ സ്വന്തം മമ്മൂക്കയും 3 പ്രാവശ്യം ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ എന്നീ സിനിമകൾക്ക് 1990-ലും വിധേയൻ, പൊന്തന്മാട എന്ന സിനിമകൾക്ക് 1994-ലും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയ്ക്ക് 2000-ലും മികച്ച നടനുള്ള നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് ലഭിക്കുകയായിരുന്നു. പിന്നീട് 2 പ്രാവശ്യം കൂടി മമ്മൂക്ക ഫൈനൽ ലിസ്റ്റിൽ വന്നെങ്കിലും അവാർഡ് നേടാനായില്ല. അപ്പോൾ ഇവർ 3 പേരുമാണോ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയ 3 നടന്മാർ? അല്ല, അത് ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആണ്. സാക്ഷാൽ അമിതാഭ് ബച്ചൻ 4 പ്രാവശ്യം മികച്ച നടനുള്ള നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. അഗ്നിപഥ് എന്ന സിനിമയ്ക്ക് 1990-ലും, ബ്ലാക്ക് എന്ന സിനിമയ്ക്ക് 2005-ലും, പാ എന്ന സിനിമയ്ക്ക് 2009-ലും, അവസാനമായി 2015-ൽ പീക്കു എന്ന സിനിമയ്ക്കും നാഷണൽ അവാർഡ് നേടുകയായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് നാഷണൽ അവാർഡ് രംഗത്തെ അതികായന്മാർ. മോഹൻലാൽ, മിഥുൻ ചക്രവർത്തി, സഞ്ജീവ് കുമാർ, ധനുഷ്, ഓം പുരി, നസറുദ്ദീൻ ഷാ എല്ലാം മികച്ച നടനുള്ള നാഷണൽ അവാർഡ് 2 പ്രാവശ്യം നേടിയവരാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ ചേർക്കുമല്ലോ. കാണാം മറ്റൊരു വീഡിയോയുമായി.